താജ്മഹൽ ഉണ്ടാക്കിയത് ആരാണെന്ന് ഏത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടും. 19 കൊല്ലം കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. അല്ല, 27 കൊല്ലം കൊണ്ട് താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ ഒരു മാർബിളിൻ്റെ കഷ്ണം ഇപ്പുറത്തുനിന്ന് എടുത്ത് അപ്പുറം കൊടുത്ത ബന്ധം ഷാജഹാനില്ല. 19,000 തൊഴിലാളികൾ മരിച്ചുപോയി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 19,000 തൊഴിലാളികൾ താജ്മഹൽ ഉണ്ടാക്കുമ്പോൾ മരണപ്പെട്ടിരുന്നു. അന്ന് ക്രെയിനില്ലല്ലോ, ആളുമേൽ ആൾ കയറിയിട്ട് കയറ്റുമ്പോൾ ഒന്ന് വീണാൽ കുറേ എണ്ണം മരിക്കും. പിന്നെ പകർച്ചവ്യാധി കൊണ്ടും 19,000 തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട്. അവർക്കറിവില്ല, പണിയെടുത്തവർക്ക് അറിവില്ല, അറിവുള്ളവർക്ക് അധ്വാനമില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തിനെ പറ്റിയ അബദ്ധം. പണ്ട് ഭാരതത്തിൽ അറിവുള്ള ഭയങ്കര ബുദ്ധിമാന്മാരുണ്ടായിരുന്നു, പക്ഷെ ഒരു പണിയെടുക്കില്ല. എന്നാൽ പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ല. പണിയെടുക്കുന്നവർ, ഈ നാട്ടിലെ സകലതും ഉണ്ടാക്കുന്ന പണിയെടുക്കുന്നവർക്ക് ഒരറിവുമില്ല, അക്ഷരം കൊടുത്തില്ല. എന്നാൽ അറിവുള്ളവരോ, അവർ താരിൽ തന്വി കടാക്ഷാഞ്ചല മധുപകുലാരാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാകര നികര തമോ മണ്ഡലി ചണ്ടഭാനോ നേരത്താതെന്നും നീയാം തൊടുകുറി കളയാതെന്നും മേഷാകുളിക്കും നേരത്തിന്നിപ്പുറം വിക്രമ നിർവര ധരാ ഹന്ത കൽപ്പാന്ത തോയേ അന്ത ഹന്ത കിന്ത പട്ട്. അങ്ങനെ ശ്ലോകം ചൊല്ലി പട്ടും വളയും കൊടുത്ത് നടന്നു അറിവുള്ളവർ അല്ലേ. എന്നാൽ മതങ്ങൾ ഈ ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ അപരാധം ദൈവങ്ങളല്ല, ദൈവവിശ്വാസികളല്ല, മതങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അപരാധം സത്യാന്വേഷണത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ വികാസത്തെ തടസ്സപ്പെടുത്തി എന്നതാണ്. ധർമ്മശാസ്താവ് പണ്ട് പറഞ്ഞിരിക്കുന്ന അന്ന് പറഞ്ഞതിലപ്പുറം വേറെയില്ല, അന്ന് പറഞ്ഞതിനപ്പുറം വേറെയില്ല. പുതിയ ചിന്തകൾ അതൊന്നും അപ്ഡേറ്റ് ചെയ്യില്ല, ഒരു ധർമ്മശാസനങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അത് കട്ട പിടിച്ച് കിടക്കുമ്പോൾ പുഴയിലെ വെള്ളം ഒഴുക്ക് വെള്ളമാണ്, അതിൽ അഴുക്കുണ്ടാവില്ല, പുതിയത് വരും. എന്നാൽ നമ്മുടെ മതങ്ങളെല്ലാം കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളമാണ്, പുതിയതൊന്നും വരുന്നില്ല, പഴയതൊന്നും പോകുന്നുമില്ല. കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളമാണ്, പുതിയതൊന്നും വരുന്നില്ല, പഴയതൊന്നും പോകുന്നില്ല. ആ കുളത്തെ പുഴയാക്കി ഒഴുക്കാൻ എപ്പോൾ പരിശ്രമിക്കുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ രാജ്യവും ലോകവും രക്ഷപ്പെടുന്നുള്ളൂ. പുതിയ അറിവിൻ്റെ പ്രവാഹത്തെ അതിലേക്ക് തുറന്നു വിടണം. ബ്രിട്ടീഷുകാരും ലോകത്തെ കീഴടക്കാൻ പുറപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ മതവിശ്വാസത്തിനെതിരെ നടന്ന അതിൻ്റെ അകത്തു നടന്ന പ്രൊട്ടസ്റ്റന്റ് പ്രക്ഷോഭങ്ങളാണ്, അതിനെ നവീകരിക്കാൻ നടത്തിയ പരിശ്രമങ്ങളാണ്. ആ പരിശ്രമങ്ങൾ കൊണ്ടാണ് അവർ കപ്പലുണ്ടാക്കിയതും പുതിയ പുതിയ വ്യവസായങ്ങൾ ഉണ്ടാക്കിയതും ചിന്തകൾ ഉൽപ്പാദിപ്പിച്ചതും. നമ്മുടെ ഭാരതം എങ്ങനെയാണ് ഉയർന്നത്? നമ്മുടെ ഭാരതം എവരിതിങ് ഇൻക്ലൂഡ്സ് നത്തിങ് എക്സ്ക്ലൂഡ്സ് എന്ന് പറഞ്ഞ ഒരു പ്രസംഗമാണ്. ബുദ്ധി ഉണ്ടാകാം, ബോധമാർജിക്കാൻ പ്രാപ്തി നേടടോ, ഉത്തിഷ്ഠത ജാഗ്രത.